ക്യാബേജ് മിൻറ്റ് പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പിടി പുതിനയില. ഇത്രയും ആദ്യം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. ക്യാബേജിൻ്റെ അളവനുസരിച്ച് ഇത് വ്യത്യാസം വിടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെള്ളം തളിച്ച് നന്നായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിലാക്കണം. ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് ഒരുപാട് ഇത് കുഴഞ്ഞു പോകും. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വെള്ളം വളരെ കുറച്ച് തളിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ചേർത്താലും മതി. ഈ സവാള ക്യാബേജ് എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വെള്ളം തളിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് വെള്ളം ആവരുത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്തേക്കുന്നത്. അരിപ്പൊടി ചേർക്കാം. വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഈ ഒരു പാകത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കണം. വളരെ കുറച്ച് വെള്ളം തളിച്ച് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെയാണ് ഇളക്കിയെടുക്കേണ്ടത്. വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അത് കുറേശ്ശെയിട്ട് വറുത്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്ത് കോരാം. എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തിരിച്ചു മറിച്ച് വിട്ടെടുക്കാം. ഇത് മാവ് ഒരുപാട് ചേർക്കാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം വേവില്ല. കുറച്ചെങ്കിലും മാവ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് ഇട്ട് നല്ലതായിട്ട് അത് കയ്പില്ലാത്ത രീതിയിൽ വറുത്ത് കോരാം. ഇത് നന്നായിട്ട് ഇത് ചൂട് കൂടി കഴിഞ്ഞിട്ട് നന്നായിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കാം. വെള്ളം കൂടി കഴിഞ്ഞാലും ഒരുപാട് എണ്ണ കുടിക്കും. ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് ഇതിനകത്തേക്ക് പിടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ പോകാനായിട്ട് നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് കോരി മാറ്റാം.